താഴ്മൺ തന്ത്രി കുടുംബത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് ബി.ജെ.പി. ഉപാധ്യക്ഷൻ. ശബരിമലയ്ക്ക് ഇത്രയേറെ അവമതിപ്പുണ്ടാക്കിയ മറ്റൊരു കുടുംബമില്ലെന്നാണ് കെ.എസ്. രാധാകൃഷ്ണന്റെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തപ്പോൾ പോലും വിമർശനം ഉന്നയിക്കാത്ത ബി.ജെ.പി. നേതാക്കളാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. താഴ്മൺ കുടുംബത്തിനെതിരെ ഉയർന്നിരിക്കുന്ന എതിരഭിപ്രായം ബി.ജെ.പി. നേതൃത്വത്തിൻ്റെതാണോ അതോ കെ.എസ്. രാധാകൃഷ്ണന്റെ വ്യക്തിപരമായ വിമർശനം മാത്രമാണോ? ഇക്കാര്യം നമ്മൾ പരിശോധിക്കുന്നു ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. ദേവൻ എം പി ആണ് വിശകലനങ്ങളുമായിട്ടുള്ളത്. ദേവൻ, ശബരിമല ക്ഷേത്രത്തിന് ഇത്രയേറെ അവമതിപ്പുണ്ടാക്കിയ മറ്റൊരു കുടുംബമില്ല എന്നായിരുന്നു കെ.എസ്. രാധാകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ. മാത്രമല്ല, ഒരുപാട് വിമർശനങ്ങൾ തുറന്നെഴുത്തായിരുന്നു കെ.എസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കുമ്പോൾ താഴ്മൺ കുടുംബത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. ഇതിൽ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വന്നു, അത് ഒടുവിൽ തന്ത്രിയിലേക്ക് എത്തി. തന്ത്രിയുടെ അറസ്റ്റ് വരുന്ന ഘട്ടത്തിൽ ബി.ജെ.പി. നേതാക്കളൊക്കെ ഒന്നടങ്കം SIT-യെയും സർക്കാരിനെയും വിമർശിക്കുകയായിരുന്നു. തന്ത്രിയെ അല്ല, തന്ത്രി ദൈവതുല്യനാണ്, അല്ലെങ്കിൽ തന്ത്രിക്ക് ഇതിൽ പങ്കില്ല എന്ന നിലപാടെടുത്തവരായിരുന്നു സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ നേതാക്കളൊക്കെയും. പക്ഷേ ഈ സമയം ബി.ജെ.പി. താഴ്മൺ കുടുംബത്തിനെതിരെ പറയുമ്പോൾ അത് കെ.എസിന്റെ മാത്രം അഭിപ്രായമാണോ അതോ ബി.ജെ.പിയുടെ ഒരു മുഴുവൻ അഭിപ്രായമാണോ എന്നുള്ളതിലാണ് ഇനിയൊരു സംശയം നിലനിൽക്കുന്നത്. അതല്ലെങ്കിൽ അറിയേണ്ടതും അതാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഈ കെ.എസിന്റെ പരാമർശത്തെ അല്ലെങ്കിൽ വാദത്തെ ഏറ്റുപിടിക്കാൻ മറ്റു നേതാക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ പേര് ഉയർന്നു വന്നപ്പോഴെല്ലാം തന്നെ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നവരാണ് സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ നേതാക്കൾ. പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം അക്കാര്യത്തിൽ അങ്ങനെയായിരുന്നു ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രതികളിൽ നിന്നും അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനാണ് തന്ത്രിയിലേക്ക് അന്വേഷണം നീളുന്നതെന്നായിരുന്നു അന്ന് ഉയർന്ന വാദം. മാത്രമല്ല, മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല, പകരം തന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയായിരുന്നു അന്ന് ഈ ഒരു തന്ത്രിക്കെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ ബി.ജെ.പി. പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യം മാറിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസമാണ് തന്ത്രി കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. അനാരോഗ്യം മൂലം ചിങ്ങമാസ പുലരി പൂജ മുതൽ നടക്കുന്ന പുതിയ ശബരിമല തീർത്ഥാടന കാലത്തേക്ക് തന്ത്രി ചുമതലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തണമെന്നും പകരം മകൻ ബ്രഹ്മദത്തൻ തന്ത്രിക്ക് കണ്ഠരര് ബ്രഹ്മദത്തർക്ക് ഈ പറയുന്നത് പോലെ തന്നെ ചുമതല നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കത്ത് പുറത്തു വന്നത് ഈ മാധ്യമങ്ങളിലെല്ലാം തന്നെ കൂടെ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ഈ ഒരു പ്രചാരണം നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയും ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഉയർന്നു വന്നത് തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെയായിരുന്നു. പ്രധാന പ്രതി, ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് തന്ത്രി കണ്ഠരര് രാജീവർ എന്ന് പറയുന്നു. മാത്രമല്ല, ഈ പറയുന്ന പോലെ കേരളത്തിന് പുറത്ത് കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയ വഴിപാടുകളും അതിന്റെ പേരിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളിലും എല്ലാം തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്കും പങ്കുണ്ടെന്നുമുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. വലിയ ബന്ധമാണ് ഇരുവരും തമ്മിലെന്നും ഈ തന്ത്രി കണ്ഠരര് രാജീവരുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന്റെ പുറത്താണ് ശബരിമലയിൽ ഈ പറയുന്ന പോലെ തന്നെ സന്നിധാനത്തടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യഥാക്രമം അവിടെ ഈ പറയുന്ന പോലെ പെരുമാറാനും ഒപ്പം തന്നെ അവിടുത്തെ നടപടിക്രമങ്ങളിൽ ഇടപെടാനും എല്ലാം തന്നെ അവകാശമുണ്ടായിരുന്നതും അടക്കമുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. ഏതായാലും സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള കെ.എസ്. രാധാകൃഷ്ണൻ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ താഴ്മൺ കുടുംബത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അത് കെ.എസ്. രാധാകൃഷ്ണന്റെ വിമർശനങ്ങളെ ഏറ്റുപിടിക്കാൻ മറ്റ് ബി.ജെ.പി. നേതാക്കളൊക്കെ മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നറിയാം.